ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ സ്കൈ എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയുടെ മലയാളം എക്സ്പ്ലനേഷൻ കോപ്പിറൈറ്റ് കാരണം മൈ ഡ്രാമ എക്സ്പ്ലെയിനർ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ കമോൺ ഗൈസ്, നമുക്ക് ഒന്നാമത്തെ എപ്പിസോഡിൽ എന്താ നടക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡ്രാമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായ ഷെൻഷനെയാണ്. ഷെൻഷൻ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൾക്ക് 2-3 മെയിൽ വന്നിട്ടുണ്ട്. ഒരു മെയിൽ എന്ന് പറയുന്നത് അവളുടെ ജോബ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെയിലാണ്. രണ്ടാമത്തെ മെയിൽ സ്റ്റാർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അവൾക്ക് ഇൻ്റർവ്യൂ സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെയിലാണ്. അവൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് നായകനായ ബോക്സുവിനെയാണ്. 1 വർഷം മുന്നേ എൻ്റെ കൂടെ ടാലൻറ്റ് ഷോയിൽ പങ്കെടുത്തവൻ ഇന്ന് വലിയ സൂപ്പർ സ്റ്റാർ ആണ്. എന്നാൽ ഞാൻ ഇപ്പോഴും ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് ഷെൻഷൻ ചിന്തിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഷെൻഷൻ സ്റ്റാർ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഹീറോ ആയ ബോക്സുവിനെയാണ്. ഒരു ഷൂട്ടിങ്ങിലാണ് അവൻ. ബോക്സുവിൻ്റെ കൂടെയുള്ള കോ ഡാൻസേഴ്സിനെ ഡയറക്ടർ ചീത്ത പറയുന്നുണ്ട്. തൻ്റെ കോ ഡാൻസേഴ്സിനോട് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചതിന് ബോക്സ് ഡയറക്ടറോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇപ്പം തന്നെ താൻ ഇവരോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ഈ മ്യൂസിക് ആൽബത്തിൽ അഭിനയിക്കില്ല എന്ന് ബോക്സ് പറയുന്നു. ഈ ഒരു ഷൂട്ടിംഗ് നടക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഡയറക്ടർ അവരോട് സോറി പറയുന്നു. ഇവിടെ ഷെൻഷൻ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതായിരുന്നല്ലോ. പെർമിഷൻ ചോദിക്കാതെയാണ് അവൾ ആ ക്യാബിനിലേക്ക് കയറി പോകുന്നത്. ആ ക്യാബിനിൽ 2 പേരുണ്ട്. പെർമിഷൻ ചോദിക്കാതെ അകത്ത് കയറിയത് കാരണം ഷെൻഷനെ വഴക്ക് പറയുന്ന ആളാണ് ഡയറക്ടർ നാൻ. വഴക്ക് കേൾക്കുന്നതും ഷെൻഷൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിട്ട് അതുപോലെ തന്നെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. ഡയറക്ടർ നാനുമായിട്ടുള്ള അവളുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ആകെ ചളാവുന്നു. ഇപ്പോൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. ഷെൻഷൻ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവൾക്ക് ചെറുതായിരുന്നപ്പോൾ തന്നെ, അതായത് കുട്ടിയായിരുന്നപ്പോൾ തന്നെ മ്യൂസിക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ പാടുമായിരുന്നു. അവള് ഉറങ്ങാൻ പോകുന്ന സമയത്തടക്കം. ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവള് ലിറിക്സ് എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധിക്കാതെ പാട്ടിലും കുത്തിലും ശ്രദ്ധിച്ച് നടക്കുന്നത് കാരണം അവൾക്ക് മാർക്ക് കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് വഴക്ക് കേൾക്കുമായിരുന്നു. ഇനി പാട്ടിന്റെ ഏരിയയിലേക്കേ പോകരുത് എന്ന് ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിലെത്തിയപ്പോൾ അവള് കോറസ് ടീമിലെല്ലാം ചേരാൻ തുടങ്ങി. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓഡീഷനിലും അവൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. ആരും തന്നെ അവൾക്ക് ജോലി കൊടുത്തില്ല. തൻ്റെ ഈ കഥയെല്ലാം ഷെൻഷൻ പറയുമ്പോൾ ഡയറക്ടർ നാൻ പറയുന്നത്, അതെ, ഇത് ടാലന്റ് ഷോ അല്ല, അസിസ്റ്റന്റിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ പോസ്റ്റിലേക്കുള്ള ജോലിക്ക് വേണ്ടി തന്നെയാണ് ഞാനും വന്നത്. ഒരുപാട് ട്രൈ ചെയ്തിട്ടും എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ആ സ്വപ്നം അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും തയ്യാറല്ല. അതിനുവേണ്ടിയാണ് മ്യൂസിക് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഷെൻഷൻ പറയുന്നു. ഡയറക്ടർ നാൻ എന്ന ഈ ഒരു ആൻസറിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇവിടെ വേണ്ടത് ഒരു കമ്പ്യൂട്ടർ മേജറിനെയാണ് എന്ന് ഡയറക്ടർ നാൻ പറയുന്നു. ഞാനും പഠിച്ചത് കമ്പ്യൂട്ടർ മേജർ തന്നെയാണ് എന്ന് പറഞ്ഞ് ഷെൻഷൻ തന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം മറിച്ച് നോക്കി ഡയറക്ടർ നാൻ, ഞാൻ ഈ ഒരു കോളേജിന്റെ പേര് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവിടെയുള്ള ലേഡി അവളോട് സൗമ്യമായിട്ട് പെരുമാറുന്നു. പേര് ഡയറക്ടർ യു എന്നാണ്. ഡയറക്ടർ യു അവളോട്, ഞാൻ ഇതെല്ലാം വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് നിന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് പറയുന്നു. സോ അവൾ അവിടുന്ന് പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ഷെൻഷൻ ടേബിളിൽ ഇരിക്കുന്ന 2 കപ്പിലേക്കും അത് ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഹാർട്ട് ഷേപ്പിലേക്കുമാണ് നോക്കുന്നത്. ഈ ഒരു കാര്യം കപ്പെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഡയറക്ടർ ഞാൻ ഡയറക്ടർ യുവിനോട് പറയുന്നു, ഇപ്പൊ പോയ ആ പെണ്ണ് വരെ ഈ കാര്യം ശ്രദ്ധിച്ചു, എന്നിട്ട് നീ ഇതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഒരു ചൂണ്ടെറിഞ്ഞു നോക്കുന്നു. എന്നാൽ ഡയറക്ടർ യു അതിൽ കുത്തുന്നില്ല. ഷെൻഷൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. കുറച്ച് ബോക്സസ് സ്റ്റേജിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ ഈ ബോക്സും കൊണ്ട് പോകുന്ന വഴിക്ക് ബോക്സുവിന്റെ കോ ഡാൻസേഴ്സിൽ ഒരാളെ തട്ടുന്നു. ഇത് കണ്ട് ഡയറക്ടർ ദേഷ്യം വന്ന് നന്നായി അവരെ ചീത്ത പറയുന്നു. നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇത് കണ്ട് ബോക്സു, തനിക്ക് ഒരാളോട് എങ്ങനെയാ നന്നായിട്ട് ബിഹേവ് ചെയ്യാന്നറിയില്ലേ, മാനേഴ്സിൽ പെരുമാറുക എന്നറിയത്തില്ലേ എന്ന് ചോദിച്ച് വീണ്ടും ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഈ ഒരു ടെൻഷനിൽ ബോക്സ് പോയൊരു സ്ഥലത്തിരിക്കുന്നു. അസിസ്റ്റന്റിനോട് തന്റെ ഫോൺ തരാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അസിസ്റ്റന്റ് ഒരുപാട് പേടിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഫോൺ തന്നാൽ ബോസ് എന്നെ വഴക്ക് പറയും, എന്തെങ്കിലും പോസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നവൾ പറയുന്നു. എന്നാൽ ശരി, എന്നെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് ഷെൻഷൻ അവനോട്, എന്നെ കണ്ടിട്ടുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ട ഒരു ആഹ്ലാദത്തോടു കൂടെ ചോദിക്കുന്നു. എന്നാൽ അവൻ, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ പറയുന്നു. ഇപ്പൊ ഷെൻഷൻ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും അവളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുന്നു. കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്യോ എന്നുള്ളതാണ് ഇത്തവണത്തെ റിക്വസ്റ്റ്. അവൾ ഓക്കെ പറയുന്നു. ഈ സമയത്താണ് ഡയറക്ടർ ഡു അങ്ങോട്ട് വരുന്നത്. ഡയറക്ടർ ഡു എന്ന് പറയുന്നത് കമ്പനി പ്രസിഡന്റിന്റെ വൈഫാണ് കേട്ടോ. ഫോണിൽ, അതായത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കുത്തിയിട്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. കോൾ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഷെൻഷൻ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതോ അവൾ കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതോ ഒന്നും തന്നെ ഡയറക്ടർ ഡു കാണുന്നില്ല. ഈ ഒരു സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് താനും തന്റെ ഹസ്ബൻഡും ലവ് മാരേജ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഹസ്ബൻഡിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഷെൻഷനെ കാണുന്നത്. നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ഡയറക്ടർ ഡു ചോദിക്കുന്നു. ഞാൻ ഈ കമ്പനിയിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഇന്ന് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എന്നോട് കമ്പ്യൂട്ടർ ഫിക്സ്
ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവിടുന്ന് ഇറങ്ങുന്നതും അവളുടെ ഫ്രണ്ട് യുയാങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിവിടെ കുറെ സ്ട്രേഞ്ചേഴ്സിന്റെ ഇടയിലുള്ളത്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വോയിസ് നോട്ട് അയച്ചു കൊടുക്കുന്നു. ഇപ്പൊ അവള് വീട്ടിലേക്ക് എത്തുന്നതും യുയാങ് അവളെ ഒരുപാട് റോസിതളുടെ മുകളിലൂടെ നടത്തിക്കുന്നു. എന്നിട്ട് ഷെൻഷനോട് അവൾ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും നീ ഗിവ് അപ്പ് ചെയ്യരുത്, നിനക്ക് വേണ്ടി ഒരു പ്രിൻസ് എന്തായാലും ഭൂമിയുടെ അറ്റത്ത് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ബോക്സു അവന്റെ അപ്പാർട്ട്മെന്റിലാണ് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവൻ അവന്റെ അസിസ്റ്റന്റിനോട്, നീ പാട്ടൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നീ നിന്റെ അഭിപ്രായം പറ എന്ന് പറയുന്നു. എനിക്ക് മ്യൂസിക്കിനെ പറ്റി യാതൊരു തരത്തിലുള്ള നോളജും ഇല്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നു. മ്യൂസിക്കിനെ കുറിച്ച് അറിവില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, നീ ഇതൊന്ന് കേട്ടിട്ട് കേൾക്കാൻ എങ്ങനെയുണ്ട് എന്ന് പറയുന്നു. എനിക്ക് മ്യൂസിക്കിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്നവള് വീണ്ടും പറയുന്നു. ബോക്സു ഇപ്പൊ ഫോൺ എടുക്കുന്നത് കണ്ട് അസിസ്റ്റന്റ്, ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. ഇത് കേട്ട് ബോക്സു, നീ എന്റെ അസിസ്റ്റന്റ് ആണ്, അപ്പൊ നീ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, നീയാണോ ഞാൻ ബാറിലേക്ക് പോയത് ഡയറക്ടർ നന്നിനോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അസിസ്റ്റന്റ് പോയി കഴിയുന്നതും അവൻ ചിന്തിക്കുന്നത്, ഡയറക്ടർ നന്നിനെ ഒരിക്കലും എന്റെ വഴിയിൽ കുറുകെ നിൽക്കാൻ അനുവദിക്കരുത്, അവൻ ചെയ്യുന്നത് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, എല്ലാവരെയും അറിയിക്കണം എന്നാണ്. നൈറ്റ് ഷെൻഷനും യുവാങ്ങും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഷെൻഷൻ, ഞാനിന്ന് ബോക്സുവിനെ കണ്ടിരുന്നു, ടാലന്റ് ഷോയിൽ വെച്ചിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് ഞാൻ അവനോട് സംസാരിക്കാൻ പോയി, എന്നാൽ അവനെന്നെ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറയുന്നു. സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെ തന്നെയാ, ഞാനും ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഫ്രണ്ട്സിനെ ഒന്നും ഞാനും മൈൻഡ് ചെയ്യത്തില്ല എന്ന് യുവാങ് റിപ്ലൈ കൊടുക്കുന്നു. ഇപ്പൊ യുവാങ്ങിന്റെ ഫോണിലേക്ക് ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് ബോക്സുവിന്റെ പോസ്റ്റാണ്. എനിക്കൊരു പ്രൊഫഷണൽ ടീമിനെ എന്നാണ് കിട്ടുക എന്നാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റ് വായിച്ചുകൊണ്ട് യുവാങ്, സാധാരണ സെലിബ്രിറ്റീസ് എല്ലാം തന്നെ കംഫർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്, എന്നാൽ ബോക്സുവോ അവന് പറയാനുള്ളത് എന്തായാലും തുറന്നു പറയാം, അതെന്തിനെ കുറിച്ചാണെങ്കിലും, അതുകൊണ്ടാണ് അവന് ഫോളോവേഴ്സും ഫാൻസും എല്ലാം കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷെൻഷന് കോള് വരുന്നു. സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, അവളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോള് വന്നിട്ടുള്ളത്. ഇത് കേട്ട് ഹാപ്പിയായി അവൾ യുയാങ്ങിനോട് പോയി പറയുന്ന സമയത്ത് എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്തിട്ട് അവൾ വീണ്ടും അതേപോലെ കിടന്നുറങ്ങുന്നു. ഷെൻഷൻ എന്നിട്ട് ഓഫീസിലേക്ക് പോകുന്നു. ഡയറക്ടർ ഡു ഹസ്ബൻഡിൻ്റെ കൂടെ നടന്നു വരുമ്പോൾ, നിങ്ങൾ ബോക്സുവിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മെത്തേഡ്സ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല, ബോക്സുവിനേക്കാളും ടാലൻ്റുള്ള ഒത്തിരി പേര് ഇവിടെയുണ്ട്, നിങ്ങളുടെ കോൺടാക്ട്സ് വെച്ചിട്ട് നിങ്ങൾ ബോക്സുവിൻ്റെ പബ്ലിസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാനും സിംഗർ ആയിരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ദുരവസ്ഥകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എനിക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാൽ എന്നെ എൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യാൻ അനുവദിക്കുക എന്ന് പ്രസിഡന്റ് പറയുന്നു. ഇവിടെ ഡയറക്ടർ ഞാൻ ബോക്സുവിന്റെ അസിസ്റ്റന്റിനോടും മാനേജർ സന്നിനോടും ബോക്സുവിനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ബോക്സു ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ്ട് നോക്കണമെന്ന്, അതോ ചെയ്തില്ല, എന്നാൽ അവൻ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്, എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന അസിസ്റ്റന്റിനോട് പറയുമ്പോൾ, ഞാൻ പറയാറുണ്ട് സാർ, പക്ഷെ അതൊന്നും ബോക്സു കേൾക്കാറ് കൂടെയില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഇത് കേട്ട് മാനേജർ സാനു അത് സപ്പോർട്ട് ചെയ്യുന്നു. ഡയറക്ടർ ഞാൻ ഈ പോസ്റ്റിൽ എന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, എനിക്കത് ടെൻഷൻ ആവുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നതും ഷെൻഷൻ അങ്ങോട്ടേക്ക് കയറുമായിരുന്നു. നീ എന്താ ഡയറക്ടർ ഡൂ ആയിട്ട് കണക്ഷനുള്ള കാര്യം എന്നോട് പറയാതിരുന്നേ എന്ന് ഡയറക്ടർ ഞാൻ ചോദിക്കുന്നു. ഇന്നലെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ പോയ സമയത്ത് പരിചയപ്പെട്ടതാണ് എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, ഡയറക്ടർ ഡൂ ആണ് നിന്നെ റെക്കമെൻഡ് ചെയ്തത്, ഞാൻ പറയുന്ന കാര്യം നീ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം എന്ന് ഡയറക്ടർ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഷെൻഷൻ ആ കാര്യം സമ്മതിച്ചു കൊടുക്കുന്നു. അത് ബോക്സുവിന്റെ കാര്യമാണ്. ബോക്സുവിന്റെ വീട്ടിലേക്ക്, അതായത് ഫ്ലാറ്റിലേക്ക് ഷെൻഷൻ പോകുന്നു. അവൻ സ്വിം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ടിട്ട് അസിസ്റ്റന്റ് ആണെന്ന് കരുതി അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഡോറും തുറന്നു കൊടുത്തിട്ട് പോകുന്ന വഴിക്ക്, ഇനി കീ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോറ് തുറന്നു തരത്തില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അസിസ്റ്റന്റിനെ അല്ല ഷെൻഷനെയാണ്. നീ റിപ്പോർട്ടറാണോ അതോ ഫാനോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഞാൻ രണ്ടും അല്ല, ഞാൻ നിന്റെ കോവർക്കറാണ്, ഡയറക്ടർ നന്നിന്റെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഷെൻഷൻ പറയുന്നു. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഡയറക്ടർ എന്നോട് വന്ന് സംസാരിക്കാൻ പറ, ഞാനിപ്പോൾ അത്ര നല്ല മൂഡിലല്ല, നീ ഇപ്പോൾ പോവാൻ നോക്ക്, പോകുമ്പോൾ ഡോറും ക്ലോസ് ചെയ്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റെയർ കയറി പോകുന്നു. പക്ഷെ വന്ന കാര്യം നടത്തിയിട്ടേ പോവുള്ളൂ എന്നുള്ള വാശിയിലാണ് ഷെൻഷൻ. ഒരു സോഷ്യൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യരുതെന്നും ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യരുതെന്നും ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡയറക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾ വിളിച്ചു പോകുന്നു. ഇപ്പൊ ഡയറക്ടർ ഞാൻ അവളെ ദേഷ്യത്തിൽ വിളിക്കുന്നു. ഫോണ് കാണിച്ചു കൊടുത്ത്, നീ അവിടെ പോയിട്ട് എന്താ ചെയ്തത്, ബോക്സ് 1 മണിക്കൂറിനുള്ളിൽ അടുത്ത ന്യൂസ് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എന്തായാലും ഒരു നല്ല ന്യൂസ് ആയിരിക്കില്ല, ഇനി നീ എങ്ങനെ അവൻ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വല്ല വഴിയോ ആണ് ഒപ്പിച്ചിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനേജർ സൺ അങ്ങോട്ടേക്ക് വരുന്നു. എനിക്കും ബോക്സുവിന്റെ അസിസ്റ്റന്റിനും അവനെ കണ്ടുപിടിക്കാനായിട്ടില്ല എന്ന് പറയുന്നു. നിന്നോടിപ്പോ ഞാൻ 2 കാര്യങ്ങൾ പറയാം. 1, ബോക്സുവിനെ കണ്ടുപിടിക്കുക, 2, ബോക്സു എന്താണോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് തടയുക. ഇതിലേതെങ്കിലും ഒന്ന് നീ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നീ ഈ ജോലി അങ്ങ് മറന്നേക്ക്
എന്ന് ഡയറക്ടർ നൻ ഷെൻഷനോട് പറയുന്നു. അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഈ 2 ജോലിയും ഞാൻ ചെയ്താലോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. അപ്പൊ ഡയറക്ടർ നൻ പറയുന്നത്, നീ 2 ജോലിയും ചെയ്താൽ ഞാൻ എന്റെ പേര് മാറ്റും എന്നാണ്. ഡയറക്ടർ നൻ മാറ്റിയിട്ട് ഡയറക്ടർ നൂ ആക്കുവോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഇത് കേട്ട് ഡയറക്ടർ നൻ അവളോട് ചൂടാവുന്നു. കാരണം നൂ എന്ന് പറയുന്നത് ഗേൾ നെയിം ആണ്. ബോക്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെബിയോ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് കാണിക്കുന്നു. എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. അത് കാരണം അവൻ ആകെ ടെൻഷനിലാവുന്നു. ബോക്സ് പോസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടും അവന്റെ പോസ്റ്റ് ഒന്നും കാണാത്തത് കാരണം ഷെൻഷനെ വിളിപ്പിക്കുന്നു. നീ എന്താ ചെയ്തത്? അവന്റെ പോസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഷെൻഷനോട് ചോദിക്കുന്നതിന്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സ് പോസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്. അവൻ എന്നിട്ടും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതിനെന്തായാലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ നീ ആയിരിക്കും എന്ന് മാനേജർ സൺ പറയുന്നു. ഒരു സിമ്പിൾ ടെക്നോളജിക്കൽ ട്രിക്കാണ്, ഞാൻ ആ പാസ്വേഡ് ചെറുതായിട്ടൊന്ന് മാറ്റി എന്ന് ഷെൻഷൻ പറയുന്നു. മാനേജർ സൺ ഇപ്പോൾ ഡയറക്ടർ നന്നെ നോക്കിയിട്ട്, ഇനി ഞങ്ങൾ ഡയറക്ടർ നൂ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ച് ചിരിക്കുന്നു. ഇത് കേട്ട് ഡയറക്ടർ നൻ, അതിനവൾ ഒരു കാര്യമല്ലേ ചെയ്തിട്ടുള്ളൂ, അവളോട് ഞാൻ പറഞ്ഞത് 2 കാര്യമാണ്. ബോക്സ് എവിടെയാണെന്ന് അവൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. 2 കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഞാനിപ്പോൾ ആ കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് ഡയറക്ടർ നൻ പറയുന്നതും ബോക്സ് ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വരുന്നു. ആരാണ് എന്റെ വെബിയോ അക്കൗണ്ട് ഹാക്ക് ചെയ്തത്? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എന്റെ അക്കൗണ്ടിൽ തൊട്ട് കളിക്കും എന്നവൻ ദേഷ്യത്തിൽ പറയുന്നു. ഈ സമയത്ത് ഡയറക്ടർ നൻ അവിടെയുള്ള സ്റ്റാഫ്സിനെയൊക്കെ ചീത്ത പറയുന്ന രൂപത്തിൽ, നിങ്ങളോട് ആരാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ബോക്സുവിന്റെ, അതായത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്നെല്ലാം ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ബോക്സുവിനെ തന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഡയറക്ടർ യു മാനേജർ സന്നോട്, നിങ്ങൾക്കൊക്കെ ഇത്ര കാലമായിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നെ ഇന്നലെ വന്ന ഷെൻഷൻ എത്ര നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തേന്ന് നോക്ക് എന്ന് പറയുന്നു. ഓ, ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന എന്നെ ഒന്നും ഇവർക്ക് യാതൊരു വിലയും ഇല്ല, ഇന്നലെ വന്ന ഷെൻഷനോടാണ് താല്പര്യം എന്നുള്ള ഒരു രീതിയിൽ മാനേജർ സൺ ഷെൻഷനെ നോക്കുന്നു. പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ബോക്സുവിനെ തണുപ്പിക്കാൻ ഡയറക്ടർ നന്നിന് ഇവിടെ പറ്റുന്നില്ല. ആരാണ് എൻ്റെ അക്കൗണ്ട് തൊട്ടത് എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അവൻ. യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഡയറക്ടർ നൻ, ഷെൻഷനാണത് ചെയ്തത്, ഇന്നലെ വന്നൊരു ന്യൂ കമറാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ല, ഞാൻ അവളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നീ ഇനി എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും അവളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് കൂളാക്കാൻ ശ്രമിക്കുന്നു. ഷെൻഷൻ ഇപ്പോൾ അവളുടെ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്ന് എനിക്ക് നല്ല ഗ്രേറ്റ് ഡേ ആണ്, ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ് എന്നെല്ലാം പറഞ്ഞ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു കോൾ വരുന്നു. റെക്കോർഡിംഗ് റൂമിലേക്ക് ഒരു മിൽക്ക് ടീ കൊണ്ടുവരണം എന്നായിരുന്നു ആ കോൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവൾ മിൽക്ക് ടീയും വാങ്ങി റെക്കോർഡിംഗ് റൂമിലേക്ക് വരുന്നു. അവിടെ ബോക്സും ഉണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് കയറി എന്ന് കണ്ടതും ബോക്സും ആ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഇതോടുകൂടി എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.